ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് പേര് ചേർക്കാവുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് 2021 ജനുവരി മാസം 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 2024 ജനുവരി മാസം 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ദെൻ വോട്ടർ പട്ടിക പേരുകൾ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇലക്ഷൻ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻസും. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻസ് ആണ് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള ഇലക്ഷൻ. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള ഇലക്ഷൻ നടക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. ഈ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് നമുക്ക് വോട്ടർ ഐ ഡി തരുന്നത്, വോട്ടർ ഐ ഡി കാർഡ് നമുക്ക് തരുന്നത്. നിങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ നിങ്ങൾക്ക് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട്. നിയമസഭയിലോ ലോക്സഭയിലോ നിങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾക്ക് പേരുണ്ടാവണമെന്നില്ല. കാരണം സ്റ്റേറ്റിലേക്കുള്ള, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റിലെ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനുകളിലേക്കോ ഗ്രാമപഞ്ചായത്തുകളിലേക്കോ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കോ ജില്ലാ പഞ്ചായത്തുകളിലേക്കോ ഇലക്ഷൻ നടത്തുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റും രണ്ടും രണ്ടാണ്. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് നിങ്ങൾക്ക് വോട്ടവകാശം ഉണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കീഴിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിലേക്ക് നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് പേരുണ്ടോ ഇല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ. ബന്ധപ്പെട്ട പ്രധാന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ആവശ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്ടുപേര്, പിതാവിന്റെ പേര്, പോസ്റ്റ് ഓഫീസ്, വീട്ടു നമ്പർ, ജനനതീയതി, മൊബൈൽ നമ്പർ, അതുപോലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ബന്ധുവിന്റെയോ അയൽക്കാരന്റെയോ ക്രമ നമ്പർ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരുടെ ക്രമ നമ്പർ, അല്ലെങ്കിൽ അവർക്കാർക്ക് വോട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരന്റെ ക്രമ നമ്പർ കൊടുത്താലും മതി. ഒരു ഫോട്ടോ എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കി, നോർമൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, നോർമൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിൽ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുവാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വൈറ്റ് ആക്കി വെച്ചാൽ മാത്രം മതി, JPG ഫോർമാറ്റിൽ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയുള്ള പഞ്ചായത്ത്, കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് നിങ്ങളെ ഹിയറിംഗിന് വിളിക്കും. ഹിയറിംഗിന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടുന്ന പ്രിന്റുകളുണ്ട്. ആ രണ്ട് ഡോക്യുമെന്റുകൾ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിനോടൊപ്പം SLC ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, ഇത് കൊണ്ടുപോകുമ്പോൾ SLC ബുക്കിന്റെയും ആധാറിന്റെയും റേഷൻ കാർഡിന്റെയും ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ കൂടി ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ താമസിക്കുന്നത് വാടകയ്ക്കാണെങ്കിൽ റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. ആ റെന്റഡ് ഹൗസ് നിലകൊള്ളുന്ന പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണ് നിങ്ങൾ ഈ പറയപ്പെടുന്ന വോട്ടവകാശത്തിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ വാടക ചീട്ടിന്റെ കോപ്പി, സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും. പഞ്ചായത്തിലുള്ള സ്ഥിരതാമസ പട്ടികയിൽ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ വാടക ചീട്ടിന്റെ കോപ്പി കൂടി ഹാജരാക്കണം. വാടക ചീട്ടിന്റെ കോപ്പി ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. വിവാഹം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയപ്പെടുന്ന വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ചേർക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നിങ്ങൾ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഹാജരാക്കണം. അതല്ല ഓൾറെഡി വിവാഹം കഴിച്ചവരുടെ പേര് ഈ പറയപ്പെടുന്ന റെസ്പെക്റ്റീവ് റേഷൻ കാർഡിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. റേഷൻ കാർഡിന്റെ കോപ്പിയും കൊണ്ടുപോയാൽ മതി. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇലക്ഷൻ നടക്കുന്നത് രണ്ട് രീതിയിലാണ്. അതായത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലും പഞ്ചായത്തിൽ. അപ്പൊ നിങ്ങൾ ആ രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലും നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പാക്കണം. കാരണം ഒരിടത്തുണ്ട് എന്നും പറഞ്ഞ് മറ്റേടത്ത് പേരുണ്ടെന്ന് ഉണ്ടാവണമെന്നില്ല. ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ഔട്ട് എടുത്ത് പഞ്ചായത്തിൽ പറയുന്ന വെരിഫിക്കേഷൻ ഡേറ്റിൽ ഹാജരാവണം. ആ വെരിഫിക്കേഷൻ പറയുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് പോയി പഞ്ചായത്ത് നിങ്ങളത് ഇൻഫോം ചെയ്ത് നിങ്ങൾ വേറൊരു ഡേറ്റ് എടുക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് ബേസിക്കലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഫോർ എക്സാമ്പിൾ അത് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോവുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ അതിനകത്ത് സിറ്റിസൺ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സിറ്റിസൺ യൂസർ രജിസ്ട്രേഷൻ, ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് വോട്ടർ സർവീസ് എന്ന് ചൂസ് ചെയ്യാം. വോട്ടർ സർവീസ് എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് വോട്ടേഴ്സ് ഓർ അല്ലെങ്കിൽ സിറ്റിസൺ എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
അപ്ലൈ ഓൺലൈൻ ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് വോട്ടേഴ്സ് ഓർ ദ ലിസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ്. ഇതിനകത്ത് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ വീണ്ടും കൺഫേം ചെയ്യുക. ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡിനകത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവും, നമ്പർ ഉണ്ടാവണം. അത് കൺഫേം ചെയ്യുക. ക്യാപ്ച കൊടുക്കുക. ഐ ഹാവ് റെഡ് ദ റെസിപ്റ്റ് കൺഫേം കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടി അപ്പോൾ ഡേറ്റ പാസ്വേഡിൽ എന്തെങ്കിലും ഏതായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് നിങ്ങൾ OTP കൂടി എൻ്റർ ചെയ്യുക. റെസ്പെക്റ്റീവ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. OTP കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്യുക. ലോഗിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് വരിക. വോട്ടർ സ്റ്റാറ്റസ്, പോളിംഗ് സ്റ്റേഷൻ, വോട്ടർ ഇൻഫർമേഷൻ, അപ്ലോഡ് ഫോട്ടോ, പ്രിവ്യൂ. ഇതിനകത്ത് വോട്ടർ സ്റ്റാറ്റസ്, നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, വല്ല വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടില്ല, ഏത് കാറ്റഗറിയാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം കറസ്പോണ്ടിങ് ആണ് പോളിംഗ് സ്റ്റേഷൻ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏത് പഞ്ചായത്തിൽ ഏത് വാർഡിലാണ് വരുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ പഞ്ചായത്ത്, താലൂക്ക്, ജില്ല, താലൂക്ക്, ഏത് പഞ്ചായത്തിലാണ് വരുന്നത് ആ വക ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക. വോട്ടറുടെ ഇൻഫർമേഷൻ മീൻ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, പേര്, വീട്ടുപേര്, ബാക്കിയുള്ള അഡ്രസ്സ്, ബാക്കിയുള്ള ഡീറ്റെയിലുകളെല്ലാം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഡോക്യുമെന്റ് ഫൈനലായിട്ട് വരുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ആ ഡോക്യുമെന്റിനകത്ത് ഇങ്ങനെയാണ് വരിക. പേര് ഉൾപ്പെടുത്താനുള്ള അവകാശവാദ അപേക്ഷ. ഫോർ എക്സാമ്പിൾ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഏത് ജില്ലയാണ്, ഇവിടെ നിങ്ങളുടെ ജില്ല, ഗ്രാമപഞ്ചായത്ത്, നിയോജക മണ്ഡലം, ഏത് ഭാഗത്തിലാണ് നിങ്ങളുടെ അത് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അച്ഛനല്ല അമ്മ അല്ല ഭർത്താവിൻ്റെ പേര്, ലിംഗം ഏതാണ്, വയസ്സ് എന്താണ്, വീട്ടുപേര്, വീട്ടു നമ്പർ, നിങ്ങളുടെ സ്ഥലം, തപാൽ ഓഫീസ് ഏതാണ്, താലൂക്ക് ഏതാണ്. ഫോർ എക്സാമ്പിൾ പിന്നെ നിങ്ങളുടെ ഡിക്ലറേഷൻ ആണ്. ആ ഡിക്ലറേഷന് താഴെ പറഞ്ഞിരിക്കുന്ന മേൽവിലാസത്തിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ എല്ലാം കറക്റ്റ് ആണ്. അതിനുശേഷം ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വോട്ടർ പട്ടികയിൽ പേരുള്ള നിങ്ങളുടെ കുടുംബാംഗം അല്ലെങ്കിൽ അയൽവാസിയുടെ വോട്ടർ പട്ടികയിലെ നമ്പർ, അയാളുടെ പേര്, ആ പറയപ്പെടുന്ന വ്യക്തിയെയും കൊണ്ട് നിങ്ങൾ ഈ പ്രിന്റ് എടുത്തതിന് ശേഷം ഇവിടെ ഒരു സൈൻ ഇടിക്കേണ്ടതാണ്. സൈൻ ഇടിച്ചതിന് ശേഷം ഈ അപേക്ഷ കൊണ്ടുപോയി നിങ്ങളെ വെരിഫിക്കേഷൻ വിളിക്കുന്ന ദിവസം ഹാജരാക്കാം. ഓക്കെ, വെരിഫിക്കേഷൻ ദിവസം ഹാജരാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വേറൊരു ഫോം കൂടിയുണ്ട്. ആ ഫോം എന്ന് പറയുന്നത് അവകാശവാദം കേൾക്കുന്നതിനുള്ള നോട്ടീസ്. ഫോർ എക്സാമ്പിൾ ആ നോട്ടീസിനകത്ത് നിങ്ങളുടെ ഡേറ്റ് മെൻഷൻ ചെയ്തു, ഇന്ന ദിവസം ഇത്ര സമയത്ത് നിങ്ങൾ ഈ പറയപ്പെടുന്ന പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡേറ്റും ഇതും മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സ്പെസിഫിക് ഡേറ്റിൽ പോകാൻ പറ്റില്ലെങ്കിൽ അതിന് മുമ്പ് ചെന്നിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഡോക്യുമെന്റെല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.